ഈശോയുടെ നാമത്തിന് എന്നും മഹത്വമുണ്ടായിരിക്കട്ടെ. കുരിശിൻ്റെ വഴിയിലൂടെ എന്ന നൊയമ്പുകാല വിചിന്തനങ്ങളിലേക്ക് ഈശോയുടെ നാമത്തിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ നൊയമ്പ് കാലത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പലരും പല കാര്യത്തിന് ഉപവാസമെടുക്കും, അല്ലെങ്കിൽ നൊയമ്പ് നോൽക്കും. ചിലരൊക്കെ തന്നെ നമ്മൾ മാറ്റാൻ ആഗ്രഹിക്കുന്ന ഒരുപക്ഷെ ഒരു ദുശീലമായിരിക്കാം, അല്ലെങ്കിൽ ഒരു തഴക്കദോഷമായിരിക്കാം. ഇതിനെല്ലാം ഉപവാസം, അല്ലെങ്കിൽ ഇത് എങ്ങനെയെങ്കിലും എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകാനായിട്ട് പ്രാർത്ഥിച്ച് നമ്മൾ നൊയമ്പെടുക്കാറുണ്ട്. വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, എന്തെന്നാൽ നിനക്കെൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായിട്ടും പ്രകടമാകുന്നതെന്ന്. നമ്മുടെ ഈ ബലഹീനതയിൽ കർത്താവിൻ്റെ ശക്തി പ്രകടമാകുന്നുണ്ട് എന്ന് നമുക്ക് ഉറച്ചു തന്നെ വിശ്വസിക്കാം. ഈശോയോട് ഇന്നത്തെ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, നീ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ ബലഹീനതയിൽ നിൻ്റെ ശക്തി നീ പൂർണ്ണമായിട്ടും പ്രകടമാക്കുമെന്ന്. ഈശോയെ, എനിക്ക് ശക്തി തരണമേ. നിൻ്റെ കൃപ കൊണ്ട് മാത്രമേ എനിക്ക് എൻ്റെ ഈ ഒരു ദുശീലം, അല്ലെങ്കിൽ ഈ ഒരു തഴക്കദോഷം, അല്ലെങ്കിൽ ഞാൻ മാറ്റാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ഒരു സ്വഭാവം, അതിൽ നിന്ന് എനിക്ക് മോചനം ലഭിക്കുകയുള്ളൂ. ഈ ഒരു പ്രാർത്ഥന, ഈ ഒരു വചനം നമുക്ക് ആവർത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം. ഈശോ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ക്രൂശിതൻ നമുക്ക് നമ്മുടെ ബലഹീനതയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാനുള്ള ശക്തി തരട്ടെ. ഈശോയുടെ നാമത്തിന് എന്നും മഹത്വമുണ്ടായിരിക്കട്ടെ.